ശ്യാമേ, പി വി അൻവറിനെതിരെ കേസെടുക്കുമോ? പി വി അൻവറിനെ അകത്താക്കുമോ? പി വി അൻവർ തന്നെ പറയുന്നത് എനിക്കെതിരെ കേസുകൾ വരാൻ സാധ്യതയുണ്ട്, എന്നെ അവർ ജയിലിലാക്കും. CPM-ന്റെ ഒരു CPM നമുക്കറിയാം, CPM-നെതിരെ ശക്തമായി നിൽക്കുന്ന ആളുകളെയൊക്കെ ഏതെങ്കിലും തരത്തിൽ കേസുകൾ അകപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ അൻവറിനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അൻവറിനെതിരെ ഒരു കേസെടുക്കണമെങ്കിൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അൻവറിനെതിരെ ഒരുപാട് ആരോപണങ്ങളും അതൊക്കെ അന്ന് പാർട്ടി സംരക്ഷിച്ച് നിർത്തുമായിരുന്നു. ഇപ്പോ നേരെ തിരിഞ്ഞ സ്ഥിതിക്ക് അൻവറിനെ അകത്താക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അറസ്റ്റ് ചെയ്യും, ജയിലിലാവും, തടയണ പൊളിക്കും. ഭൂപരിധി നിയമപ്രകാരം അദ്ദേഹത്തിന്റെ ഭൂമി അധികമുണ്ട്, അത് പിടിച്ചെടുക്കും, മൊത്തത്തിൽ പൊളിക്കും. അൻവറിനെ പിന്നെ കായികപരമായി നേരിടാൻ ഇവരെ കൊണ്ട് പറ്റില്ല. മലപ്പുറത്ത് കുറച്ച് പാർട്ടി സഖാക്കളെ ഇറക്കി നിർത്തി അൻവറിനെ ദേഹോദരം ഏൽപ്പിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ആ സഖാക്കൾ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല. അൻവറിന്റെ മീറ്റിംഗിന് ധാരാളം ആളുണ്ടായിരുന്നു ചന്തക്കുന്നില്. ഞാൻ പറഞ്ഞല്ലോ, മലപ്പുറത്ത് അൻവറിനെ തൊടാൻ പറ്റില്ല. അൻവറിനും അത് അറിയാമെന്ന് തോന്നുന്നു. അൻവറിനും അറിയാം. അൻവറിന് ഏത് പാതിരാത്രിയിലും മലപ്പുറത്തെ ഏത് വഴിയിലൂടെയും ഒറ്റയ്ക്ക് നടക്കാം. ഒരുത്തനും ഒന്നും ചെയ്യില്ല, നടക്കത്തില്ല. അൻവറിനെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ പാർട്ടി ഓഫീസ്, ജില്ലാ കമ്മിറ്റി ഓഫീസർ ഉണ്ടാവത്തില്ല. പാർട്ടിയുടെ തകർത്തുകളെ ഇവിടെ ഉമാർ കുറച്ചു പേര് ഇറങ്ങി അൻവറിനെ വെട്ടിയെടുത്ത് കാല് വെട്ടി, MV ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞാൽ കാല് വെട്ടി പിന്നെ ചാലിയാറി ഒഴിക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ ഒരു ആവേശത്തിന്റെ മുദ്രാവാക്യമല്ലേ. അവിടെ അത് കേട്ടോണ്ട് അവിടെ കുറെ ആൾക്കാർ അടങ്ങി ഇരുന്നെന്നുള്ളത് അവന്മാരുടെ സമാധാനം. അവന്മാരെ ഭാഗ്യമുണ്ടോ അവന്മാർക്ക്? ഭാഗ്യമുണ്ടെന്നേ, ഇല്ലെങ്കിൽ അവന്മാരെ നേരെ വിടത്തില്ലായിരുന്നു. കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞേ. അല്ല, അവിടെ അയാളെ കായികപരമായി അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുക ഈ പാർട്ടിയെ കൊണ്ട് പറ്റില്ല, ഈ പാർട്ടിയെ കൊണ്ട് നടക്കത്തില്ല. ഈ പാർട്ടി ഒരു കാലത്ത് MVR-നോട് എങ്ങനെ ചെയ്തു, ഗൗരിയമ്മയോട് എങ്ങനെ ചെയ്തു, അതൊന്നും അൻവറിനോട് നടക്കത്തില്ല. അൻവറിനെ പൂട്ടാനുള്ള പണി എന്ന് പറയുന്നത് ഇതാണ്. തുടരെ FIR ചെയ്യും. ഇതിപ്പോ ഈ 5-ാം തീയതി കൊടുത്ത പരാതിയാണ് ഈ തോമസ് അൻവറിനെതിരെ 5-ാം തീയതി കൊടുത്ത പിന്നെ പരാതിക്ക് ആണ് ഇന്നലെ കോട്ടയം ജില്ലയിൽ കേസെടുത്തിരിക്കുന്നത്. അതും ഗുരുതര വകുപ്പിട്ട് ജീവപര്യന്തം കിട്ടുന്ന വകുപ്പായിട്ടായിരുന്നു. പോലീസിന്റെ ടെലി കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ അൻവർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കടന്നുകൂടി. അല്ല, അതൊരു ശരിയായ കാര്യമല്ലേ? പരാതിക്ക് കഴമ്പില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇല്ല, പരാതിക്ക് കഴമ്പില്ലായിരുന്നില്ല. അൻവർ തന്നെ പറഞ്ഞില്ലേ ഞാൻ കയറിയെന്ന്. അതെ, അൻവറിന്റെ ഒരു വലിയ പ്രശ്നം എന്തോന്നറിയാമോ? അൻവർ ഇപ്പോഴും ഈ ഒരു പക്വതയിലേക്ക് എത്തിയിട്ടില്ല. അൻവറിന്റെ ഇന്നലത്തെ പ്രസംഗം ശ്രദ്ധിച്ചു. അൻവർ ഒരു പക്വതയിലേക്ക് എത്തിയിട്ടില്ല. അൻവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അൻവറിന്റെ ഈ ആൾക്കൂട്ടമാണ് അൻവറിനെ ഇങ്ങനെ ആക്കുന്നത്. ഈ വലിയ ആരാധക വൃന്ദം, ഏതാണ്ട് 3 ലക്ഷത്തിലധികം പേരാണ് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നവരിൽ അതിൽ ഒരു വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഈ അൻവറിനെ തെറി പറയാൻ വേണ്ടി ചെല്ലുന്നത്. ഭൂരിഭാഗവും ഈ PVയെ പുറകെ അനുകൂലിച്ച് നിൽക്കുന്നവരാണ്. അതൊരു വലിയ ആൾക്കൂട്ടമാണ്. ഈ താനേ സേർന്ന കൂട്ടം എന്നൊക്കെ പറയത്തില്ലേ, അമ്മാതിരിയാണ് ആ സാധനം. ആ ആൾക്കൂട്ടമാണ് പക്ഷെ ഇദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അൻവർ വെറുതെ ഇതൊക്കെ ചെയ്യുവോ? അൻവർ ഒന്നും കാണാതെ ചെയ്യുന്ന ആളാണ്. അൻവറിന്റെ കയ്യിൽ ബോംബുണ്ട്. പക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അൻവർ അടക്കമുള്ളവർക്ക് ബാധിക്കും. അൻവർ ജയിലിലേക്കാണ് പോകുന്നത്. അൻവറിനെ ഉടനടി ജയിലിലാക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നിലമ്പൂരിൽ അൻവർ ചന്തക്കുന്നിൽ ആ സമ്മേളനം നടത്തുന്നതിന് മുമ്പ് തന്നെ അൻവറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതൊരു വലിയ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലമായി അവിടെ മാറുമെന്ന് മനസ്സിലായി. ഇന്നിപ്പോ കോഴിക്കോടേക്കാണ് അൻവർ സംസാരിക്കാൻ വരുന്നത്. അത് മാമിയുടെ തിരോധാന കേസ് നമ്മളന്ന് സംസാരിച്ചു. മാമി ഏതോ കെട്ടിടത്തിന്റെ അടിയിൽ കിടപ്പുണ്ട്. അടിയിലുണ്ട്. അത് കൊണ്ടുപോയ ആരോ കാര്യമായിട്ട് ഉള്ളവരുമാണ്. അവർക്ക് ഈ പോലീസുമായിട്ട് ബന്ധമുണ്ട്. കാര്യം ADGP കേസ് ഉപേക്ഷിച്ചു പോയെന്നേ. ADGP അന്വേഷിച്ച കേസാണ് അത്, മാമിയുടെ തിരോധാന കേസ്. എന്നിട്ട് അത് ആ കേസ് ഉപേക്ഷിച്ചു. ഈ മാമിയെ തിരോധാനം നടക്കുന്ന സമയത്തുള്ള CCTV ദൃശ്യം ഒരെണ്ണം ഉണ്ടോ നോക്ക്. അവിടെ ഇഷ്ടംപോലെ CCTV ഉണ്ട്. ഒരൊറ്റ ദൃശ്യം പോലീസിന്റെ ഇല്ല. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നും കൂടെ പാർട്ടി അടങ്ങിയിരിക്കും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും ദിവസങ്ങളിൽ അൻവറിന്റെ അറസ്റ്റ് ഉണ്ടാവും.
ഈ അൻവർ ശരിക്കും പറഞ്ഞ പാർട്ടി കണ്ണു അടച്ച് പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്ത ആളല്ലേ അൻവർ. അൻവറിന്റെ പല കാര്യങ്ങളിലും ഞാൻ പറഞ്ഞില്ലേ, അൻവറിന്റെ ഒരു പക്വത എന്ന് പറയുന്നത്. അല്ല, മുൻപൊക്കെ അൻവറിനെതിരെ വലിയ ആരോപണങ്ങൾ വരുമ്പോഴെല്ലാം പാർട്ടിയുടെ വലിയ പിന്തുണ അൻവറിനുണ്ടായിരുന്നു. പക്ഷെ അൻവർ പെട്ടെന്ന് ഒരു ദിവസം പാർട്ടിക്കെതിരെ തിരിയുന്നു, പാർട്ടിക്കെതിരെയാണ് തിരിയുന്നത്. അപ്പൊ ശശിക്കെതിരെ പറയുന്നു, ADGPക്കെതിരെ പറയുന്നു, പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ തുടങ്ങി. അപ്പം ഇപ്പൊ പറയുന്നത് ഒരു കാര്യം, അതായത് മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിന് പ്രായമായതിന്റെ അവശതയും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം. പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗത്തിന് ആഗ്രഹമുണ്ട്. അപ്പൊ അവർക്ക് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള കഴിവോ പ്രാപ്തിയോ ഇല്ല. അപ്പൊ അൻവറിനെ പോലെ ഒരാളെ മുന്നിൽ നിർത്തി അദ്ദേഹത്തിനെ താഴെ ഇറക്കാനുള്ള കളികൾ കളിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നതെന്നാണ് പാർട്ടി പോലും ഇപ്പം ആ രീതിയിൽ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. അൻവറിനെ പോലെ ഒരാളെ നിർത്തിയിട്ട് പിണറായിയെ താഴെ ഇറക്കേണ്ട കാര്യമില്ല. പിണറായി തന്നെ താഴെ ഇറങ്ങണം. പിണറായി തന്നെ താഴെ ഇറങ്ങും. അദ്ദേഹത്തിന് വയ്യ, ആരോഗ്യ പ്രശ്നമുണ്ട്. അദ്ദേഹം തന്നെ മാറിക്കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ടൈമോട് കൂടി അദ്ദേഹം ഓഫീസിൽ ഇരിക്കുന്നില്ല. CM ഇരിക്കുന്നില്ല ഓഫീസിൽ. CM വളരെ കുറച്ച് സമയം ഇരിക്കുന്നത്. ആ സെക്രട്ടറിന്റെ അവിടെ ചെന്ന് നോക്ക്, കൂടെ CM-ന്റെ വണ്ടി പുറത്തു പോകുന്നുണ്ട്. അത് നേരെ പോകുന്നത് പിന്നെ നമ്മുടെ നന്ദൻകോട്ടെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്കാണ്. അവിടെ പോയി പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വിശ്രമിച്ച ശേഷമാണ് പിന്നെ തിരിച്ചു വന്നിരുന്നത്. CM ഇപ്പൊ അധികം നേരം ഓഫീസിൽ ഇരിക്കുന്നില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലോ. ഇപ്പൊ ഞാനാണെങ്കിലും ജോണേട്ടനാണെങ്കിലും ചിലർക്ക് പ്രായമാകുമ്പോ അതിന് മുമ്പേ ആവുന്നവരും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരും. അപ്പോ അൻവറിനെ നിർത്തി അങ്ങനെ പിണറായി താഴെ ഇറക്കേണ്ട കാര്യം. പിന്നൊരു ആരോപണം എന്ന് പറഞ്ഞപ്പോ ഇസ്ലാമിസ്റ്റുകൾ, തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പിന്തുണ അൻവറിനുണ്ട്. അതാണ് പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണം. അത് നമ്മൾ നേരത്തെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുന്നവരെല്ലാം ഇപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഇന്നലെ പിന്നെ 3 മതങ്ങളെയും അഭിവാദ്യം ചെയ്യുന്ന ഒരു വാക്കോട് കൂടിയാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചതും അവസാനിപ്പിച്ചതും. ഞാനത് പൂർണ്ണസമയം കേട്ടതാണ് പ്രസംഗം. ആ പൂർണ്ണസമയം ഞാനത് കേട്ടിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർണ്ണസമയം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അദ്ദേഹത്തിന് ഒരു പക്വതയില്ലെന്ന്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പലപ്പോഴും MLA-യുടെ ഒരു പക്വത, MLA-യുടെ പക്വതയില്ല, രാഷ്ട്രീയക്കാരന്റെ പക്വതയില്ലായ്മയുണ്ട്. ഒരു ബിസിനസ്സുകാരന്റെ ഒരു രീതിയാണ് ഒരു ബിസിനസ്സുകാരൻ. അതുപോലെ തന്നെ ഒരു എന്താ പറയാ, എന്തും ചെയ്യാൻ ഇറങ്ങിത്തിരിക്കാൻ ധൈര്യമുള്ള എന്നാൽ പക്വത ഇല്ലാത്ത ഒരാള്. എന്തും ചെയ്യാൻ ധൈര്യമുണ്ട്, അതിപ്പോ ആർക്കും ഉണ്ടാവും. ചില ബുദ്ധിയില്ലാത്തവർക്ക് ഉണ്ടാവും എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം. ബുദ്ധി ഉള്ളവർക്കും ഉണ്ടാവും. പക്ഷെ ഈ ബുദ്ധിയുള്ളവൻ ഈ എന്തും ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന കാര്യം ഇങ്ങനെ വിളിച്ചു പറയില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ 2 ടേം ആയല്ലോ ഇപ്പം അൻവർ. 3ാമത്തെ തവണ അൻവറിന് സീറ്റ് കൊടുക്കില്ല. പാർട്ടിയുടെ ഒരു നയം അതാണല്ലോ, 2 തവണ മത്സരിപ്പിക്കുക, 3ാമത് മാറ്റി നിർത്തുക. അപ്പൊ അൻവറിന് ചിലപ്പോൾ തോന്നിക്കാണും ഇനി സീറ്റ് തരില്ല, എന്നാൽ പിന്നെ UDF പാളയത്തിലേക്ക് പോവാം. ഇങ്ങനെ ഒരു കലക്കമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അൻവറിനെ പുറത്താക്കുക അല്ലാതെ, അല്ലെങ്കിൽ അൻവറിന് പുറത്തു പോവുക അല്ലാതെ വേറൊരു മാർഗ്ഗമില്ലല്ലോ. അങ്ങനെ പോകുമ്പോൾ UDF-നെ സംബന്ധിച്ച് അവിടെ ഇപ്പൊ അൻവർ നിൽക്കുന്നിടത്തോളം UDF ആരെ ഇട്ടാലും അവിടെ പിന്നെ നമ്മുടെ അവിടുത്തെ ദീർഘകാലം ആര്യാടൻ മുഹമ്മദ് അവിടുത്തെ MLA ആയിരുന്നു. ആര്യാടന്റെ മകൻ അവിടെ നിന്നിട്ട് പോലും ജയിച്ചില്ല. തോന്നിക്കാണും ഇനി സീറ്റ് കിട്ടാൻ സാധ്യതയില്ല, എന്നാൽ പിന്നെ ഇവിടെ ബഹളം ഉണ്ടാക്കി അപ്പുറത്തേക്ക് പോവാം. അവരുടെ പിന്തുണയുണ്ട്, ഒരു പരോക്ഷമായ പിന്തുണ അവരൊരു സ്ഥാനാർത്ഥിയെ നോക്കിയിരിക്കുകയാണല്ലോ. അങ്ങനെ ഒരു സാധ്യതയില്ലേ? എനിക്ക് തോന്നുന്നില്ല. അൻവർ എന്താ പറയാ, ഈ PC ജോർജിനെ പോലെ അപകടകാരിയാണ്. അവരങ്ങനെ പിന്തുണ കൊടുക്കുമെന്ന് സംശയമുണ്ട്. കാരണം ഈ അൻവർ അവിടെ പോയ അടുത്ത പ്രാവശ്യം അവർ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് ഇതിനേക്കാൾ വലിയ ഉപദ്രവം ഉണ്ടാവുന്ന ഒരു പേടി അവർക്കുണ്ടാവും. ഇതിലും വലിയ കാര്യം, ഇത് എന്താ പറയാ, പക്വതയില്ലാത്തൊരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം എന്തും ചെയ്യും. ഈ ആൾക്കൂട്ടത്തിന്റെ കയ്യടിക്ക് വേണ്ടി അൻവർ എന്തും വിളിച്ചു പറയും. അൻവർ എവിടുന്നാ തുടങ്ങുന്നത്? അൻവർ ഷാജനിന്നാ തുടങ്ങിയത്. ഷാജനിന്ന് എങ്ങനെയാ തുടങ്ങിയത്? അൻവറിന്റെ PVR പാർക്കിന്റെ തടയണയുമായി ബന്ധപ്പെട്ടും അൻവർ പിന്നെ ആഫ്രിക്കയിൽ പോയി പിന്നെ ബിസിനസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടും അൻവറിന്റെ അധിക ഭൂമിയെ കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷാജൻ സ്ഥിരമായി വിളിച്ചു പറഞ്ഞു. ഷാജൻ ഇവിടെ പല മീഡിയാസും പറയുന്നതിനേക്കാൾ കൂടുതൽ, ഇപ്പൊ മീഡിയാസ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു വാർത്ത എന്ന് പറയുന്നത് അതിന്റെ ഡ്യൂറേഷൻ ചിലപ്പോൾ ഒരു 2 മിനിറ്റ് 2.25 മിനിറ്റ് ആയിരിക്കും. ഷാജൻ പറയുമ്പോൾ അത് 10 മിനിറ്റ് വരാം. മനസ്സിലായോ? അപ്പൊ ഷാജൻ അത് എല്ലാ വശവും എടുത്തു വെച്ച് അൻവറിനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതിയിൽ ഷാജൻ പിന്നെ സംസാരിക്കുന്നു എന്ന് അൻവറിന് തോന്നി. ഷാജൻ കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ PVR പാർക്കിൽ ഒരു തടയണ ഉണ്ടെന്ന് പറഞ്ഞത് പൊളിക്കാൻ പറഞ്ഞത് ഹൈക്കോടതിയാണ്. പിന്നീട് ജില്ലാ കളക്ടർ അത് ഇടപെട്ടു. 8 മാസമായിട്ട് അത് തൊട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ അത് തൊടും.
ഇത് ടെൻഡർ വിളിച്ചെന്ന പഞ്ചായത്ത് ഇത് പൊളിക്കാൻ. ടെൻഡർ വിളിച്ചിട്ട് അതിനകത്ത് വെച്ച ക്ലോസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഒരാളും വരത്തില്ല. അമ്മാതി 2 ക്ലോസ് വെച്ചിരിക്കുന്നത്. ഇന്നലെ ആ പഞ്ചായത്ത് വീണ്ടും കമ്മിറ്റി കൂടി റീടെൻഡർ ചെയ്യാൻ തീരുമാനിച്ചു. അതായത് അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തടയണ പൊളിക്കും. അതല്ലേ ഞാൻ പറഞ്ഞു. അല്ല, അൻവർ വെല്ലുവിളിച്ചിരിക്കുന്ന ഇപ്പൊ ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. അൻവർ പറഞ്ഞിരിക്കുന്ന മലപ്പുറത്തെ പല പഞ്ചായത്തുകളിലും ഞാൻ വിചാരിച്ചാൽ CPM ഭരണം ഇല്ലാതാകും എന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട്. അത് അൻവറിനെ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ പാർട്ടി ചിന്തിക്കുന്ന ഒരു കാര്യം, കുറച്ച് പാർട്ടിയിൽ ആക്റ്റീവ് അല്ലാത്ത കുറെ ആളുകളാണ് അവിടെ പോയി കൂടി നിന്നതാണ്. അതാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഇത് പിന്നെ മാദിനി ആദ്യം ഇറങ്ങി വന്ന സമയത്ത് വലിയൊരു ആൾക്കൂട്ടം ജനക്കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഒരിക്കലും മാദിനിയുടെ ചുറ്റും അതില്ലായിരുന്നു. പക്ഷെ അതല്ല അൻവർ. അത് മാദിനി ഇന്ന് കൊല്ലക്കാരനാണ്. അൻവർ നിൽക്കുന്നത് അവിടെ അല്ല. അൻവർ നിൽക്കുന്ന മലപ്പുറത്താണ്. മലപ്പുറത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഒരു ശൈലി അതാണ്. ഒരു ട്രെൻഡ് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല, ഒരു തലമുറ മാറ്റം കഴിഞ്ഞു. പുതിയ തലമുറ എന്ന് പറയുന്നത് പിന്നെ ഇത്തരത്തിൽ പിന്നെ മതപരമായി ചിന്തിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞു. മതപരമായി ചിന്തിക്കുന്ന അത് നമ്മൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചാലും അറിയാം. സോഷ്യൽ മീഡിയയിൽ പോയി നോക്കിയാൽ മതി. സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ് നോക്കിയാൽ മതി. നമ്മളെ ഈ ഒരു തലമുറ മാറ്റം കഴിഞ്ഞ പുതിയ തലമുറ എന്ന് പറയുന്നത്, തലമുറ മാറ്റം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? വർഗീയത കുറയുകയാണ് വേണ്ടത്. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ഭയങ്കര വർഗീയത കൂടിയിരിക്കുക, ഭയങ്കരമായ വർഗീയത കൂടിയിരിക്കുക. അത് എല്ലാ വിഭാഗത്തിലും ഉണ്ട്. എല്ലാ വിഭാഗത്തിലും നല്ല വർഗീയത കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ അൻവർ വിചാരിച്ചു കഴിഞ്ഞാൽ അൻവറിന് തീരുമാനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് പാർട്ടി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അൻവറിനെ എത്രയും വേഗം പിടിച്ച് അകത്തിടാൻ നോക്കുന്നത്. അൻവറിനെ എത്രയും വേഗം പിടിച്ച് അകത്തിടാനാണ് അവർ നോക്കുന്നത്. അൻവറിനെതിരെ തുടരെ കേസിടും. തുടരെ അതായത് ഒരു സമയത്ത് ശബരിമല സമരം നടന്നപ്പോ സുരേന്ദ്രനെ പിടിച്ച് അകത്തിട്ടു. എന്നിട്ട് എത്ര കേസാ പിന്നെ വന്നേ? കേസുകൾ എണ്ണ ഇങ്ങനെ കൂടി വരുക. അതായത് സുരേന്ദ്രന് ജാമ്യം കിട്ടരുത്. സുരേന്ദ്രൻ, അതായത് ഈ ശബരിമല പ്രക്ഷോഭം അവസാനിപ്പിക്കണം എന്നുള്ള ഈ സർക്കാരിന്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് സുരേന്ദ്രനെ മാക്സിമം അവർ പിടിച്ച് അകത്തിട്ടു. അതുപോലെ തന്നെയാണ് അൻവർ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തിര. ആ തിര മലപ്പുറത്ത് പാർട്ടിയെ ബാധിക്കുമെന്ന് പാർട്ടിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അൻവറിനെ അവിടെ കുറെ ആൾക്കാരെ വിളിച്ചു നിർത്തി കായികപരമായിട്ട് നേരിടാനുള്ള ധൈര്യം പാർട്ടിക്കില്ല. അതിന്റെ തിരിച്ചടി വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. വലിയ ചലനങ്ങൾ അവിടെ ഉണ്ടാക്കും. അങ്ങനെ അത് പാർട്ടി നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പാർട്ടിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. പാർട്ടി അത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അൻവറിനെ ഇപ്പൊ പിടിച്ച് ഉടൻ തന്നെ അൻവറിനെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് വിളിപ്പിക്കും. ആ ചോദ്യം ചെയ്യലിന് ശേഷം അൻവറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും, അൻവറിന്റെ മെഡിക്കൽ എടുക്കും, അൻവറിനെ കോടതിയിൽ ഹാജരാക്കും, റിമാൻഡ് ആക്കും. പിന്നെ അൻവറിനെതിരെ വേറെ കേസുകൾ എടുക്കും. ഇതിന്റെ ഇടയിൽ തന്നെ ആ തടയണയും പൊളിക്കും, അൻവറിന്റെ ഭൂമിയും പിടിച്ചെടുക്കും.